നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി വെറും 3 തവണ ഈ രഹസ്യമന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ. രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ്. ആ മന്ത്രം ഏതാണെന്നും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുവാനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ചൊല്ലേണ്ട അതിരഹസ്യമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഇനി ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ കീഴടക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അടിത്തറയായിട്ടുള്ള 2 പ്രധാന സമയം ഏതാണെന്നാൽ, ഒന്ന് ബ്രഹ്മമുഹൂർത്ത സമയമായ പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു സമയമാണ്. ഇനി രണ്ടാമതായി നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ ചില നിമിഷങ്ങളാണ്. ഈ 2 സമയങ്ങളും ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങളും എളുപ്പത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ ചില നിമിഷങ്ങൾ വളരെയധികം ശക്തിയാർന്നതാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നാൽ, ആ ഒരു സമയത്ത് നമ്മുടെ ആഴ്മനസ്സ് ഉണർന്നിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകലവിധ സംഭവങ്ങൾക്കും കാരണം നമ്മുടെ ആഴ്മനസ്സാണ്. മാത്രമല്ല, നമ്മളെ വഴി നടത്തുന്ന മഹാശക്തിയാണ് നമ്മുടെ ആഴ്മനസ്സ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും അതല്ല സംഭവങ്ങളാണെങ്കിലും അത് നമ്മുടെ ആഴ്മനസ്സിൽ പതിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ്. അത് ആര് വിചാരിച്ചാലും തടസ്സപ്പെടുത്തുവാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുവാനോ സാധിക്കില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്താണോ നടക്കാനുള്ളത് അതിനെ നമ്മുടെ ആഴ്മനസ്സിൽ പതിപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ 100% നടക്കുന്നതാണ്. ഇനി ആഴ്മനസ്സിനെ സംബന്ധിച്ച് നല്ലതേത് ചീത്ത ഏതെന്ന് വേർതിരിച്ചെടുക്കുവാൻ കഴിയില്ല. അതായത് ഏതു കാര്യമാണോ നമ്മുടെ ആഴ്മനസ്സിൽ നമ്മൾ വിതയ്ക്കുന്നത് അതിന്റെ ഫലം അത് നൽകുന്നതാണ്. ഇനി നമ്മുടെ ആഴ്മനസ്സിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പതിപ്പിക്കുവാൻ ചില വഴിമുറകളുണ്ട്. അതാണ് പല വീഡിയോയിലൂടെയും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്, താന്ത്രിക മുറകൾ, മന്ത്രജപങ്ങളായും നമ്മൾ കാണുന്നത്. അതിശക്തിയാർന്ന ഈ ആഴ്മനസ്സ് ചില സമയങ്ങളിൽ വളരെ കൂടുതൽ നേരം ഉണർന്നിരിക്കാറുണ്ട്. ഇനി ധ്യാനത്തിലിരിക്കുമ്പോഴും നമ്മുടെ ആഴ്മനസ്സ് കൂടുതൽ സമയം ഉണർന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ചില നിമിഷങ്ങളും നമ്മുടെ ആഴ്മനസ്സ് വളരെ കൂടുതലായും ഉണർന്നിരിക്കുന്നതാണ്. ആ ഒരു സമയത്ത് ഏതൊരു കാര്യത്തെപ്പറ്റിയും വളരെ ആഴമായി ബോധപൂർവം നമ്മൾ ചിന്തിക്കുന്നുവോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റഡായി നടക്കുന്നതും. ചിലരെ സംബന്ധിച്ച് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അവർ അവരുടെ ജീവിതത്തിലുള്ള സകലവിധ കഷ്ടപ്പാടുകളെക്കുറിച്ചും ചിന്തിക്കുന്നത്. എന്നാൽ ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ ഒരു സമയത്ത് ചിന്തിക്കുവാൻ പാടില്ല. എന്നാൽ അതിനു പകരമായി നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടാകുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ നടക്കാനുള്ളത്, ഏതാണോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുക. ഈ ഒരു സമയം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ ടോട്ടലി ചേഞ്ച് ആകുന്നതാണ്. ഇനി ചില മാതാപിതാക്കൾ മക്കളോട് നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ദുഃഖങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതായത് കടത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ആഴമായി സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഈ രീതിയിൽ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കളുടെ മനസ്സിലും ദാരിദ്ര്യം, കടബാധ്യത, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ ആഴമായി പതിയുന്നതാണ്. ഇതിലൂടെ അവരുടെ ജീവിതത്തിലും ദാരിദ്ര്യനില വന്നു ചേരുന്നതാണ്. ഇനി നമ്മുടെ മക്കളോട് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ അത് പകൽ സമയത്ത് പറയാവുന്നതാണ്. മറിച്ച് എത്ര വലിയ കുടുംബ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി ഒരു കാരണവശാലും ആഴമായി ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കരുത്. എന്നാൽ അതിനു പകരമായി ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് അനിവാര്യമായ നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് കിടന്നുറങ്ങാവുന്നതാണ്. കുറഞ്ഞത് 1 മാസം ഇത് നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യുക.
കുടുംബത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ഇനി നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കേണ്ടത്, അതിനെക്കുറിച്ച് ബോധപൂർവം നിങ്ങൾ സംസാരിക്കുക, അതോർത്ത് സന്തോഷിക്കുക. പിന്നീട് കിടന്നുറങ്ങാവുന്നതാണ്. 100% നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുവാൻ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞത് ജീവിതത്തിലെ വളരെ വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ നമ്മൾ എന്താണോ കാണുന്നത്, തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ്. നമ്മുടെ ചിന്തകളെക്കാളും നമ്മുടെ വികാരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. ദിവസം മുഴുവനും നമ്മൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, എന്താണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതിനനുസരിച്ചാണ് ഈ പ്രപഞ്ചം അതിനായുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് മാത്രമേ നടക്കൂ എന്ന് പഴമക്കാർ പറയുന്നതും. അതിനാൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആ ഒരു സമയത്ത് സന്തോഷത്തോടെ നമ്മൾ ഫീൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്ന അതിശക്തിയാർന്ന ഈ രഹസ്യമന്ത്രം വെറും 3 തവണയൊന്ന് ചൊല്ലിയാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ ദിവസം തോറും പല അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതാണ്. മഹാവിഷ്ണുവിന്റെ തിരുനാമങ്ങൾ ചേർന്ന അത്ഭുതകരമായ മന്ത്രമാണിത്. ഇഹലോക ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സുഖങ്ങളും സമ്പത്തും നമുക്ക് വാരിക്കോരി നൽകുന്ന ഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു. അങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തിരുനാമം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ചൊല്ലിയാൽ അതിലൂടെ വളരെ വലിയ പുണ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി നിങ്ങൾ ഷിഫ്റ്റിൽ അല്ലെങ്കിൽ നൈറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് ആ ഒരു സമയത്ത് ഈ മന്ത്രം 3 തവണ ചൊല്ലുക. നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം ഫൈനലായി നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായി ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. കാരണം ഈ മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷം TV കാണുകയോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കുകയോ പാട്ട് കേൾക്കുകയോ അതുമല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുകയോ ചെയ്യരുത്. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ ജോലിയും തീർത്ത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപായി ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുക എന്ന് പറയുന്നത്. സ്ത്രീകൾ, പുരുഷന്മാർ, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഇത് ചൊല്ലാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ തിരുനാമങ്ങൾ ചേർന്ന മന്ത്രമാണിത്. ഇതൊരു തരത്തിൽ നാമജപം എന്ന് തന്നെ പറയാം. നാമജപം ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഇരുന്നുകൊണ്ട് മാത്രമേ മന്ത്രം ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. കിടന്നുകൊണ്ടും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ രഹസ്യ മന്ത്രം ഏതാണെന്ന് നോക്കാം. അച്യുതം കേശവം വിഷ്ണും ഹരിം സോമം ജനാർദ്ദനം ഹംസം നാരായണം കൃഷ്ണം ജപേ ദുസ്വപ്ന ശാന്തയെ. അച്യുതം കേശവം വിഷ്ണും ഹരിം സോമം ജനാർദ്ദനം ഹംസം നാരായണം കൃഷ്ണം ജപേ ദുസ്വപ്ന ശാന്തയെ. അച്യുതം കേശവം വിഷ്ണും ഹരിം സോമം ജനാർദ്ദനം ഹംസം നാരായണം കൃഷ്ണം ജപേ ദുസ്വപ്ന ശാന്തയെ. അതിശക്തിയാർന്ന മഹാവിഷ്ണുവിന്റെ തിരുനാമങ്ങൾ ആണിത്. ഇനി ചില തവണ ഇത് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് മനഃപ്പാഠമാകുന്നതാണ്. ഇനി മനഃപ്പാഠമാക്കി മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. ഒരു പേപ്പറിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോക്കിയും ചൊല്ലാവുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ മന്ത്രം ചൊല്ലുമ്പോൾ വിഷ്ണു ഭഗവാന്റെ ആ രൂപം നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ചു വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. കുറഞ്ഞത് 1 മാസം ഇടവേളയെടുക്കാതെ തന്നെ ഈ തിരുനാമം ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നല്ലൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഭഗവാന്റെ ഈ തിരുനാമങ്ങൾ സാധാരണ ഒന്നല്ല. അത് എല്ലാവരെ കൊണ്ടും ജപിക്കുവാനും സാധിക്കാറില്ല. കാരണം ഭഗവാന്റെ പേര് ചൊല്ലണമെങ്കിൽ പോലും അതിനായി നമ്മൾ പുണ്യം ചെയ്യണം. നമ്മുടെ പാപങ്ങൾ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് ഇതുപോലെയുള്ള മന്ത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ മന്ത്രം ചൊല്ലുവാൻ മറന്നു പോകരുത്. ഉറങ്ങുന്നതിന് മുൻപ് വെറും 3 തവണ ഈ തിരുനാമം ചൊല്ലി നോക്കൂ. ജീവിതത്തിൽ 16 തരത്തിലുള്ള സമ്പത്തും സകലവിധ സുഭിക്ഷവും വർദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.